എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പറയുന്ന പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. ഈ മുഖാമുഖം കണ്ട് സംസാരിക്കുന്നതാണ് അതിന്റെ ഒരു സുഖം. അതുകൊണ്ട് മുഖമുള്ളവർ മുഖം കാണിക്കുക, മുഖമില്ലാത്തവർ അങ്ങനെ തന്നെ ഇരുന്നോളൂ. എന്റെ പേര് അറിയാമല്ലോ, സന്തോഷ് വെമ്പസ്. പാലക്കാട് ജില്ലയിലാണ് ജനിച്ചതും വളർന്നത്. ഇവിടെ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു പഴയൊരു വീടാണിത്. നവഗോത്ര ഗുരുകുലം എന്ന് പറയും. 1994 മുതൽ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കമ്മ്യൂണായിട്ട്, പ്രകൃതി കൂട്ടു ജീവിത കേന്ദ്രമായിട്ട് പോകുന്ന ഒരു സ്ഥലം. 2006 മുതൽ ഇതൊരു ഗുരുകുലമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പലരും ഒളിമ്പസ് എന്നും ഇക്കോ വില്ലേജ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഞാൻ ഇപ്പോ 52 വയസ്സായി. എന്റെ 9ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് ഇത്. ഇപ്പൊ 43 വർഷമായി ഈ ഓർഗനൈസേഷനായിട്ട് യാത്ര ചെയ്യുന്നു. ഇത് നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ ലോകത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള, ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള പഠനങ്ങളും ഒക്കെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതില് ഇനി വരാൻ പോകുന്ന ഒരു പുതിയ ലോകക്രമം, പുതിയ ലോകക്രമത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. പുതിയ ലോകക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 ശേഷം ഈ പോകുന്ന പോക്ക് ഇനി ലോകം പോകില്ല. പുതിയ ലോക്ക്ഡൌണുകൾ, പുതിയ പൂട്ടിയിടലുകൾ, ഭക്ഷണമില്ലാത്ത അവസ്ഥ, ക്ഷാമം തുടങ്ങിയ വമ്പൻ പുലിവാലുകളിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. അപ്പൊ അത്രയും വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു പോവാണ്. അപ്പൊ പുതിയൊരു ലോകം ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടി വരും. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് പരസ്പരം ഇഴുകി നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അതിലൊന്ന് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അത് എല്ലാവർക്കും പൊതുവായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, അത് പ്രകൃതിയാണ്. അപ്പൊ അതില് അടുത്ത് വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാവരും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വേണ്ട, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ നിൽക്കുന്ന ഒരു കൃഷിയിടമാണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു തോട്ടത്തിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനത്തിലാണെങ്കിൽ അത്, നിങ്ങളും നിങ്ങളുടെ മുന്നിലുള്ളതുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് വരുന്ന ഇമോഷൻ ഉണ്ടല്ലോ, ഈ ഇമോഷൻ കൈകാര്യപരമായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഇമോഷൻ നിങ്ങളെ ബാധിക്കും, നിങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും, ആ ഇന്ററാക്ഷനെ ബാധിക്കും, സ്വാഭാവികമായിട്ടും ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇമോഷൻ എന്നുള്ളത് കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നിലനിൽക്കുന്ന ജീവിത വ്യവസ്ഥകൾ ഉണ്ടാവുക. എവിടെന്നെങ്കിലും നമ്മൾ ജനിക്കുന്നു, നമ്മളെ സ്കൂളിലേക്ക് അച്ഛനും അമ്മയും നടതള്ളുന്നു, എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ കുറെ കാലം പഠിക്കുന്നു, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നു. അതിന്റെ ഇടയിൽ എങ്ങനെങ്കിലും നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുന്നു. ആ പൈസ ചെലവാക്കിയിട്ട് നമ്മുടെ അപ്പനമ്മമാരെ എങ്ങനെ കയറ്റിവിട്ടോ അതേപോലെ നമ്മുടെ മക്കളെയും കയറ്റിവിടുന്നു എന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവിതം എന്നുള്ളൊരു സംഭവത്തിനകത്ത് ഉണ്ടാവുന്നില്ല. നമ്മളുടെ ജീവിതം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റണം. നമ്മൾ TV കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൺട്രോളിലാവും. നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരുത്തൻ നമ്മുടെ തൊന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിന്റെ കൺട്രോളിലാവും. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിന്റെ കൺട്രോളിലാവും. എന്താ അതിന്റെ കൺട്രോളിലാവാൻ കാര്യം? നമുക്ക് നമ്മുടെ മുകളിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ കൺട്രോൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷനെയാണ്. അപ്പൊ ആ ഇമോഷനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പഠനത്തിലൂടെയാണ് നമ്മൾ ഈ വാതിലിലേക്ക് കയറുന്നത്, ആദ്യകാലം വെച്ച് കയറുന്നത്. അപ്പൊ ഈ കോഴ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് വികാരം എന്നുള്ളത് എന്താണ് എന്നൊന്ന് അറിയേണ്ടതുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വികാരം വരുമ്പോൾ അറിയാം അല്ലെ? ദേഷ്യം, സങ്കടം, അസൂയ, പിന്നെ അതില് സ്മൂത്ത് ആയിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ, കൊനിഷ്ഠ, ഇങ്ങനെയുള്ള കുറെ വികാരങ്ങളുണ്ട്, രസകരമായിട്ടുള്ള വികാരങ്ങൾ. അപ്പോ ഈ വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറയുന്നത് സത്യത്തിൽ എന്താണ് അതറിയണമെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ സമീപിക്കുന്നത് ഒരു പുതിയ രീതിയിൽ സമീപിക്കേണ്ടി വരും. നിങ്ങൾ ഇതുവരെ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചതല്ലാതെ നിങ്ങൾ ആരുടേതാണോ അയാളുടെ ഒരു നിയമമുണ്ട്. നിങ്ങൾ ആരുടേതാണോ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? നിങ്ങൾ നിൽക്കുന്ന സ്ഥലമല്ല പറഞ്ഞത്. നിങ്ങൾ പ്രകൃതിക്ക് അകത്താണ് നിൽക്കുന്നത്, പ്രകൃതിക്ക് അകത്താണ് നിൽക്കുന്നത്. നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ വേർ ഡു വി ലീവ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓൺ എർത്ത് എന്ന് പറയും ആളുകൾ, കുട്ടികൾ പറയും. ഓൺ എർത്ത് ഓർ ഇൻ എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ എർത്ത് പലർക്കും ഉറപ്പാണ്. ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നു എന്നാണ് നമ്മുടെ ധാരണ. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ നിൽക്കുന്ന ഇടത്തെക്കുറിച്ച് അറിയാതെ നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയില്ല, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാം.
പ്രകൃതിയെ നിങ്ങൾ ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്നും, ഈ സായിപ്പ് ഉണ്ടാക്കി വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു പാഠപുസ്തകം ഉണ്ടല്ലോ, ആ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചത് വെച്ചാണ് നിങ്ങൾ പ്രകൃതിയെ മനസ്സിലാക്കിയത്. എവിടെയോ കാണുന്ന മരം, ചെടി, കൊടി, പിന്നെ കടല്, പുഴ, ഇതാണ് പ്രകൃതി. ഈ ഞാൻ പ്രകൃതി എന്ന് പറയുമ്പോ രമ്യക്ക് മനസ്സിലാവുമെന്നല്ല, രമ്യക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലെ രമ്യ സുബീഷ്? എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പ്രകൃതി എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ആലോചിച്ചായിരുന്നു, എന്താ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പറയുമ്പോ പറയാൻ മനസ്സിലായി. അപ്പോ ഈ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഇവിടെയും കാണുന്ന ചെടിയും കൊടിയും മരവും കടലും പുഴയും മഴയും ഒന്നും അല്ല പ്രകൃതി. അവ പ്രകൃതി അല്ലെന്നല്ല, അവയും പ്രകൃതിയാണ്. പക്ഷെ നമുക്കറിയാവുന്ന ഏറ്റവും ആദ്യത്തെ പ്രകൃതി എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ ശരീരം പ്രകൃതിയാണ്, എന്റെ മനസ്സ് പ്രകൃതിയാണ്, എന്റെ ചിന്ത പ്രകൃതിയാണ്, എനിക്കറിയാവുന്നതെല്ലാം പ്രകൃതിയാണ്. ആ പ്രകൃതിക്കകത്ത്, പ്രകൃതി എന്ന മഹാഗർഭപാത്രത്തിനകത്തുള്ള ഒരു ചെറിയ ശിശു ആണ് ഞാൻ. ഇതിന്റെ ഘടന മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സയൻസ് ക്ലാസ്സിലേക്ക് ഒന്ന് പോവുക. അവർ പറഞ്ഞ കാര്യങ്ങൾ, അവർ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പുതിയൊരു രീതിയിൽ കേട്ടു നോക്കുക. നിങ്ങൾക്കറിയാം, ഭൂമി സൗരയൂഥത്തിന്റെ ഭാഗമാണ്. എർത്ത് ഇസ് ദ പാർട്ട് ഓഫ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് മിൽക്കി വേ, അല്ലെ? ആകാശഗംഗയുടെ അകത്താണ്, അല്ല അതിന്റെ ഭാഗമാണ്. ആകാശഗംഗ എന്ന് പറയുന്നത് ഒരുപാട് ഗാലക്സികളിൽ ഒരു ഗാലക്സിയാണ്. അങ്ങനെ ഒരുപാട് ഗാലക്സീസ് ചേർന്നാണ് യൂണിവേഴ്സ് ഉണ്ടായത്. വേറൊരു രൂപത്തിൽ ഞാനിത് ഇങ്ങോട്ട് പറയട്ടെ. നിങ്ങൾക്ക് ലോകത്തെ മനസ്സിലാക്കേണ്ട ഒരു വിധം, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു വിധമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൃത്യമായിട്ടത് അതിലേക്ക് കേട്ടിക്കോളൂ. പ്രപഞ്ചം എന്ന ഒരു വലിയ കൂട്, ഈ കോഴിമുട്ടയൊക്കെ പോലെ കരുതിക്കും, വലിയൊരു കൂട്. കൂടെന്ന് വെച്ചാൽ അറിയില്ലേ, മറ്റേ കിളിയെ വളർത്തുന്ന കൂട്, പക്ഷിക്കൂട് എന്നൊക്കെ പറയുന്ന പോലെ, പട്ടിക്കൂട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂട്, ഒരു വലിയ കൂട്, പ്രപഞ്ചം എന്ന മഹാകൂട്. അതിനപ്പുറം എന്തുണ്ടോ എന്ന് നമുക്കറിയില്ല. പ്രപഞ്ചം എന്ന കൂടിനകത്ത് കുറേ ഗാലക്സികൾ, ഗാലക്സികളൊക്കെ ഓരോ കൂടുകളാണ്. ഗാലക്സി എന്ന കൂടിനകത്ത് സോളാർ സിസ്റ്റം എന്നൊരു കൂട്, സോളാർ സിസ്റ്റത്തിനകത്ത് കുറെ ഗ്രഹങ്ങളാകുന്ന കൂടുകൾ, പ്ലാനറ്റ്സ്. പ്ലാനറ്റ് ആകുന്ന കൂടിനകത്ത് കുറെ റേസസ്, ഹ്യൂമൻ റേസ്, അനിമൽ റേസ്, പട്ടി റേസ്, പൂച്ച റേസ്, കുറെ ജീവരാശികൾ. അതിൽ മനുഷ്യരാശി എന്ന് പറയുന്ന ഹ്യൂമൻ റേസ് എന്ന അതിനകത്ത് ഒരു ഹ്യൂമൻ. ആരാണോ ഹ്യൂമൻ? നിങ്ങളാണോ ഹ്യൂമൻ? ഓക്കെ. ആ ഹ്യൂമന്റെ അകത്ത് നിങ്ങൾക്ക് കുറെ ഓർഗൻസ് ഉണ്ട്. കയ്യ്, കാല്, തല, ഹാർട്ട്, കുറെ ഓർഗൻസ് ഉണ്ട്. ഓരോ ഓർഗണിന്റെയും അകത്ത്, ഓർഗൻ ആകുന്ന കൂടിന്റെ അകത്ത് ടിഷ്യൂസ് ആകുന്ന കൂടുകൾ, കലകളാകുന്ന കൂടുകൾ, കലകളാകുന്ന കൂടിനകത്ത് കോശങ്ങളാകുന്ന കൂടുകൾ, കോശങ്ങളാകുന്ന കൂടിനകത്ത് മോളിക്യൂൾസ്, പ്രോട്ടോപ്ലാസം ആകുന്ന കൂടുകൾ, അതിനകത്ത് മോളിക്യൂൾസ് ആകുന്ന കൂടുകൾ, അതിനകത്ത് ആറ്റോംസ് ആകുന്ന കൂടുകൾ, അതിനകത്ത് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആകുന്നത്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ ആകുന്നത്, അതിനകത്ത് ക്വാക്ക്, അതിനകത്ത് വീണ്ടും എനർജി. പ്രപഞ്ചം മുതൽ ഇങ്ങനെ കൂടുകൾക്കകത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ. ഇതിനകത്ത് നിങ്ങൾ എന്നുള്ള ഒരൊറ്റ സാധനമായിട്ട് നിലനിൽപ്പുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. കൂടിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളുടെ ശരീരത്തിനകത്തെ ഒരു കോശത്തെ എടുക്കുക. വേണമെങ്കിൽ ഇപ്പൊ നോക്കിയോ, നിങ്ങളുടെ വീട്ടിന്, നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഇരിക്കുന്ന ഒരു സൂചി എടുത്തിട്ട്, അല്ലെങ്കിൽ പേന എടുത്തിട്ട്, നിങ്ങളുടെ ശരീരത്തിന് ഒരു കോശം, ദൂരെയല്ല ഇരിക്കുന്നത് കോശം, കൈ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാ, അതിനകത്തോട്ടൊരു കുത്തു കൊടുത്തു നോക്കും. വേദനിക്കില്ലേ? കോശത്തിന് വേദനിച്ചോട്ടെ, നിങ്ങൾക്ക് വേദനിക്കില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ലോകവീക്ഷണം അനുസരിച്ച് എല്ലാം വെവ്വേറെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കുത്ത് കൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൈക്കല്ലേ വേദനിക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ വേദനിക്കും? ഈ ഒരു സെൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ടിഷ്യൂന്റെ ഭാഗമാണ്. ടിഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർഗന്റെ ഭാഗമാണ്. ഓർഗൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗമാണ്. അപ്പോ ഈ ഓരോ ലെവലും, ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ലെവല്, സെൽ എന്ന് പറയുന്ന ഒരു ലെവല്, ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ലെവല്, ഓർഗൻ എന്ന് പറയുന്ന ഒരു ലെവല്, ആനിമേറ്റ് അല്ലെങ്കിൽ ജീവി, നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ലെവല്, മനുഷ്യരാശി എന്ന് പറയുന്ന ഒരു ലെവല്, ഭൂമി എന്നുള്ളത് ഒരു ലെവല്, എർത്ത് എന്നുള്ളത് അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്നുള്ള ഒരു ലെവല്. ഇതൊക്കെ ഓരോ ലെവലുകളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം. നമ്മൾ തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം. ഒരു കാര്യം ചെയ്യാം, സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരോ? ടിഷ്യൂ, സെല്ല്, നമുക്ക് വെളിയിൽ ഭൂമി,
നമുക്കകത്ത് ഓർഗൻസ് ഇങ്ങനെ ലെവൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാനത് അത് കാണിച്ചു തരാം, ഡിസ്ക്രൈബ് ചെയ്തു തരാം. അപ്പോ ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഈ ഒരു വിന്യാസത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് നിങ്ങളിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് സായിപ്പ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പുറത്തുണ്ടായതാണ്. സായിപ്പിന്റെ പഴയ പരിപാടിയല്ലേ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ? സായിപ്പ് ബ്രിട്ടീഷേഴ്സ് നമ്മളെ പഠിപ്പിച്ചതാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ, ഞാൻ കൈവെക്കുമ്പോൾ നിങ്ങളൊന്ന് കൈവക്കി കാണിച്ചാൽ എനിക്ക് നിങ്ങളെയും കാണാം, പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ളത് നിങ്ങൾ അടുത്ത കാലത്തെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയത് അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല, ശ്രദ്ധിച്ചിരിക്കാൻ വഴിയില്ല. വന്നിട്ടുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചിരിക്കാൻ വഴിയില്ല. ബ്രേക്ക് ദ ചെയിൻ എന്ന് കണ്ടിട്ടുണ്ടോ? ബ്രേക്ക് ദ ചെയിൻ നമ്മളെ കൊറോണ കാലത്ത് എല്ലായിടത്തും ചെയ്തിട്ടുണ്ടല്ലോ, ബ്രേക്ക് ദ ചെയിൻ. ഈ സാധനം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ തലയിലേക്ക് ഇട്ട് കെട്ടിയ സാധനമാണ്. മനസ്സിലാക്കുക അതാണെന്ന്. നമ്മൾ ഈ ഒന്നിനകത്ത് ഒന്നായിട്ട് ഇങ്ങനെ മാറി കയറി നിൽക്കുന്ന ആ ഒരു സംവിധാനം നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്, കൂടിനകത്ത് കൂടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇതില് മനുഷ്യൻ എന്നുള്ള ഈ തലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ബിനിഷ ചോദിച്ചതുപോലെ, അതായത് ശരീരത്തിനകത്ത് അവയവം, ഓർഗൻസ്, അതിനകത്ത് ടിഷ്യൂസ്, അതിനകത്ത് സെൽസ്, അതിനകത്ത് പ്രോട്ടോപ്ലാസം ഓർ DNA RNA ആ ലെവല്, അതിനകത്ത് കോമ്പൗണ്ട്സ്, അതിനകത്ത് മോളിക്യൂൾസ്, അതിനകത്ത് ആറ്റംസ്, ഇങ്ങനെ താഴ്ത്ത് പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ ഓരോ ലെവലുകളാണ്. ഞാൻ എന്നുള്ളത് മനുഷ്യരാശി, ഹ്യൂമൻ റേസിന്റെ അകത്താണ്. ഹ്യൂമൻ റേസ് എന്നുള്ളത് ജീവരാശിക്കകത്താണ്. ജീവരാശി എന്നുള്ളത് ഭൂമിക്കകത്താണ്. ഇതിങ്ങനെ മുകളിലോട്ടും പോകുന്നുണ്ട്. ഇത് എല്ലാ ലെവലുകളും പരസ്പരം കോർത്തിണങ്ങി നിൽക്കുന്നു. നമ്മുടെ ഒരു ധാരണ എന്താണെന്നറിയോ? ഈ വിരലിനെ നോക്കിയിട്ട് നീ എന്ന് പറയാം, ഇതിനെ നോക്കിയിട്ട് നീ എന്ന് പറയാം, ഇതിനെ നോക്കിയിട്ട് നീ എന്ന് പറയാം, യു എന്ന് പറയാം. എനിക്ക് ഇത് രണ്ടിനെ നോക്കിയിട്ട് നീ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാനാണിത്, അല്ലെ? ഈ രണ്ട് വിരലും ഞാനാണ്. അതുപോലെ ഒരു ഓർഗണ്, ഞാൻ എന്നുള്ള ഒരു ഓർഗണ് എന്റെ ശരീരത്തിന്റെ ഒരു കോശത്തെ നോക്കിയിട്ട് നീ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ആ ലെവലിൽ മാത്രമാണ് നീ എന്നുള്ള അവസ്ഥ. അതിന്റെ മുകളിലെ ലെവലില് അത് നാം എന്നുള്ളതാണ്. ഞാൻ കാണുന്നത് എന്റെ ശരീരത്തെ നാം എന്നുള്ള രൂപത്തിലാണ്. ഇത് നമ്മുടെ ഒരു സ്ട്രക്ചർ ഞാൻ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു തന്നാണ്. ഓക്കെ, വെരി ഗുഡ്, ടൈപ്പ് ചെയ്തോളൂ. അപ്പോ ഇനി ഞാൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം അവയവങ്ങളുടെ കൂട്ടായ്മയാണല്ലോ. ഈ ഒരു കൂട്ടം അവയവങ്ങൾ ചേർന്നിട്ടാണ് ഞാൻ എന്നുള്ളത് ഉണ്ടായതെങ്കിൽ, ഞാൻ എന്നുള്ളത് ഒരു വസ്തുവല്ല, ഞാൻ എന്നത് ഒരു വ്യവസ്ഥയാണ്. വ്യവസ്ഥ എന്ന് വെച്ചാൽ സിസ്റ്റം. ഐ എം എ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഞാൻ എന്നൊരു സിസ്റ്റമാണ്. എനിക്കകത്ത് ഓർഗൻസ് ആകുന്ന കുറെ സിസ്റ്റംസ് ഉണ്ട്. എന്റെ കൈ ഒരു സിസ്റ്റമാണ്, അതൊരു ഓർഗനാണ്. ഹേർട്ട് ഒരു ഓർഗനാണ്, അതൊരു സിസ്റ്റമാണ്. എന്റെ ലിവർ ഒരു ഓർഗനാണ്, അതൊരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോ ഈ ഓർഗൻസ് എല്ലാം എന്റെ അകത്തെ സിസ്റ്റംസ് ആണ്. അതുകൊണ്ട് അതിനെ ഞാൻ സബ് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഒരു സിസ്റ്റമാണ്, എനിക്കകത്ത് കുറെ സബ് സിസ്റ്റംസ് ഉണ്ട്, ഉപവ്യവസ്ഥകളുണ്ട്. ഓരോ ഓർഗന്റെ അകത്തും അതിൻ്റെതായിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. അവയെല്ലാം തന്നെ സബ് സിസ്റ്റംസ് ആണ്. എനിക്ക് അകത്തുള്ളത് സബ് സിസ്റ്റം. അപ്പൊ എനിക്ക് അകത്തുള്ളതിനെ ഞാൻ സബ് സിസ്റ്റം എന്ന് പറയുന്നു. അതിനകത്തുള്ള സബ് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വാക്കുകൾ പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്റെ ശരീരം ഉണ്ടായിട്ടുള്ളത്, ഇപ്പോ ഇവിടെ ജലജയാണ് പറഞ്ഞത്, ജീവിതത്തിന്റെ ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ എന്ന്. പർപ്പസ് തേടി വരുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും നമുക്കിഷ്ടമാണ്. എന്റെ കൈയുടെ പർപ്പസ് എന്താ? എന്റെ കൈയുടെ കൈയുടെ ഉണ്ടായിട്ടുള്ളതിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ശരീരത്തിന് ചൊറിച്ചിൽ വരുമ്പോ മാന്തുക, ഭക്ഷണം വേണ്ടപ്പോൾ എടുത്ത് വായിലിടുക, വല്ല വഴിക്കും പോകുമ്പോൾ എന്തെങ്കിലും തടസ്സം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇതാണ് എന്റെ കൈയുടെ പർപ്പസ്. എന്റെ കൈയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്റെ ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ കൈയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്റെ ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ കൈ എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്, എന്റെ ശരീരത്തിന്റെ അകത്തെ ഒരു പാർട്ടാണ്.
ശരീരമാകുന്ന ഒരു കൂടിന്റെ അകത്തെ ഒരു ഉൾക്കൂട്, ഉപവ്യവസ്ഥയാണ് ഈ കൈ. കൈയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്റെ ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ശരീരത്തിന് ചൊറിച്ചിൽ വരുമ്പോ ശരീരം കൈയോട് പറയും കയ്യെ അവിടെ പോയി ചൊറിയുന്നു. അപ്പൊ കൈ അവിടെ പോയി ചൊറിയുന്നു. ഓക്കെ, കൈ അവിടെ പോയി ചൊറിയുന്നു. അപ്പോ എന്റെ കൈയുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, അല്ല, എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കയ്യ്. കയ്യ് എന്തിനാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കൈയുടെ പർപ്പസ് എന്ന് പറയുന്നത് ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ധർമ്മം. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ അത് കൈവക്കി കാണിച്ചാൽ മതി. റൈറ്റ്, ഓക്കെ. അപ്പൊ ഇനി അടുത്ത കാര്യം. അപ്പൊ നമുക്ക് സംഭവം ശരീരത്തിന് വേണ്ടിയാണ് കൈ ഉണ്ടായത് എന്ന് മനസ്സിലായി. അപ്പോ ഞാൻ ഉണ്ടായത് എന്റെ ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ലേ? എന്റെ ഹയർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടായിരിക്കില്ലേ? എന്റെ അകത്ത് കൈ ഉണ്ടായത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഉണ്ടായത് എന്റെ ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. കൈ ഉണ്ടായത് എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ ഉണ്ടായത് എന്റെ ഹയർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. ആ ലോജിക്ക് ക്ലിയർ ആണോ? റൈറ്റ്, ഓക്കെ. ഇനി അപ്പോ എന്റെ ശരീരത്തിന് പുറം ചൊറിയുന്ന സമയത്ത് എന്റെ ശരീരം കൈയോട് പറയും കയ്യെ അവിടെ പോയി ചൊറിയൂന്ന്. എന്റെ കൈ ശരീരത്തിന് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കൈക്ക് അത് മനസ്സിലാവും. എന്റെ ശരീരത്തിന് ചൊറിയുന്നു എന്ന് ശരീരം കൈയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൈക്ക് അത് മനസ്സിലാവും എന്റെ ശരീരം ചൊറിയുന്നു എന്ന്. അപ്പോ അതെവിടെയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ പോയി ചൊറിയും. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഞാനും എന്റെ കയ്യും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, രണ്ട് സിസ്റ്റംസ് തമ്മിലുള്ള, ഞാനും നിൽക്കുന്ന ലെവലും അതിന്റെ താഴെയുള്ള ലെവലും, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ലെവലും അതിന്റെ മുകളിലുള്ള ലെവലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോ ഞാൻ എന്നുള്ള ആ ഒരു ശരീരം കൈ എന്നുള്ള വ്യവസ്ഥയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്റെ നീഡ്, പർപ്പസ്, അതെന്തോ അത് സെർവ് ചെയ്യാനുള്ള കമാൻഡ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ വേറൊരു രൂപത്തിൽ പറയാം. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വേണം. വിശപ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ശരീരത്തിന്റെ കോശങ്ങൾക്കുള്ളിൽ മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതായത് ചയാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചയാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റാബോളിസം നടക്കണമെങ്കിൽ ന്യൂട്രിയൻസ് ആവശ്യമാണ്. ന്യൂട്രിയൻസ് സെൽസ് എടുക്കുന്നത് ടിഷ്യൂസിൽ നിന്നാണ്. ടിഷ്യൂസ് ഇതെടുക്കുന്നത് ഓർഗനിൽ നിന്നാണ്. അപ്പോ സെൽസിന് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് വേണമെന്ന് പറയുമ്പോൾ, ചയാപചയ പ്രവർത്തനത്തിന് ആവശ്യമായ പോഷകങ്ങൾ വേണം എന്ന് പറയുമ്പോൾ അത് കലകളോട് ചോദിക്കും. കലകളോട് ചോദിക്കുമ്പോൾ കലകൾ അത് അവയവത്തോട് ചോദിക്കും. അവയവത്തോട് ചോദിക്കുമ്പോൾ ആ ഓർഗൻസ് നമ്മളോട് ചോദിക്കും. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളത് വിചാരിക്കും അയ്യോ വിശക്കുന്നു. നിങ്ങൾക്കൊരു എന്താ പറയാ, ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് അതിങ്ങനെ വരും, ഉള്ളിൽ നിന്ന് വിശക്കുന്നു എന്ന് വരും. വിശക്ക് നിങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഉടനെ ചെയ്യുന്ന പരിപാടി മനസ്സിലായി, അമ്മേ ചോറായോ? നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇല്ലെങ്കിലോ, നിങ്ങൾ അമ്മമാരാണെങ്കിൽ എന്ത് ചെയ്യും? അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും. അടുക്കളയിൽ സാധനം ഇല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും? ചന്തയോട് ചോദിക്കും. ചന്തയെ തരൂ എന്ന് പറയും. ചോദിക്കാൻ നിങ്ങൾക്ക് ചില മാർഗങ്ങൾ. ചന്തയിൽ പോകുന്നു, പണം എടുത്തു കൊടുക്കുന്നു, അവിടുത്തെ സാധനം വാങ്ങിച്ചിട്ട് വരുന്നു. ഇതാണ് നിങ്ങൾ ചന്തയും തമ്മിലുള്ള ബന്ധം. ഈ ചന്തയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അത് എന്താണ് ചെയ്യുക? നിങ്ങൾ അത് പ്രകൃതിയോട് ചോദിക്കും, നേച്ചറിനോട് ചോദിക്കും, ഐ നീഡ് ദിസ് എന്ന്. വിശപ്പ് വന്നാൽ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കും? വിശപ്പ് വന്നാൽ ഞാൻ കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കും? വിശപ്പെന്ന് വെച്ചാൽ അകത്തുനിന്നുള്ള ക്വസ്റ്റ് ആണ്, അകത്തുനിന്നുള്ള ക്വയറിയാണ്. എനിക്ക് ന്യൂട്രിയൻസ് വേണം എന്നുള്ള ചോദ്യമാണ് അകത്ത് നിന്ന് വരുന്നത്. അത് വരുന്ന സമയത്ത് നമ്മൾ ആരും ഭക്ഷണം കൊടുക്കാതിരിക്കില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അപ്പർ സിസ്റ്റത്തോട് ചോദിക്കുന്നു ഐ നീഡ് ദിസ് വൺ എന്ന് ചോദിച്ചാൽ അത് തരാതിരിക്കുമോ? നമ്മൾ സാധാരണ ഇതിനെ പ്രെയർ എന്ന് പറയും. ചില ആളുകൾ ഇതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ലോ ഓഫ് അട്രാക്ഷൻ? എത്ര പേര് കേട്ടിട്ടുണ്ടോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്? റൈറ്റ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രകൃതി ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് അറിയും. നമുക്ക് വിശപ്പ് വന്നാൽ അത് പ്രകൃതി, നമ്മുടെ ശരീരം അത് നൽകുന്നത് പോലെ നമ്മൾ ഉപരിവ്യവസ്ഥയോട് ചോദിച്ചാൽ അത്
നമുക്ക് വേണ്ടത് തരും. അപ്പൊ നമ്മൾ ഉപരിവ്യവസ്ഥയോട് ചോദിക്കുന്നത് പ്രെയർ ആണ്, ക്വസ്റ്റ് ആണ്. നമ്മുടെ അകത്ത് നിന്ന് നമ്മിലേക്ക് വരുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇൻസ്റ്റിങ്ക്റ്റ്, ചോദന എന്ന് പറയും. നേരെ തിരിച്ചെന്ന് ആലോചിക്കുക. അപ്പൊ പിന്നെ ഞാൻ എന്റെ അവയവത്തോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്റെ അവയവത്തോട് എന്റെ പുറം ചൊറിഞ്ഞതാ എന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ ഓർഗനോട് ഞാൻ പറയുന്നുണ്ടല്ലോ എന്റെ പുറം ചൊറിഞ്ഞതാ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതുപോലെ ഉപരിവ്യവസ്ഥ, അപ്പർ സിസ്റ്റം എന്നോട് ചോദിക്കുന്നുണ്ട് നീ ഇത് ചെയ്യൂ എന്ന്, നീ ഇത് ചെയ്യൂ എന്ന് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നു ഇന്നതാണ് ചെയ്യേണ്ടതെന്ന്. ഏതുപോലെ ഞാൻ എന്റെ പുറം ചൊറിയൂ എന്ന് പറയുമ്പോൾ കൈക്ക് മനസ്സിലാകുന്നത് പോലെ ഉപരിവ്യവസ്ഥ, അപ്പർ സിസ്റ്റം എന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ തരുന്നുണ്ട്. അതിനെ നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. ആ തരുന്ന അവസ്ഥയാണ് നമ്മൾ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നവരൊന്ന് കൈവക്കൂ. ഓക്കെ, റൈറ്റ്. അപ്പോ ആ വിശപ്പെന്നുള്ള ആ ഒരു സംഭവം പോലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് തിരിച്ചു തരുന്നത് നമുക്ക് ഭക്ഷണത്തിന്റെ രീതിയിൽ തരുന്നു. അത് അനുഭവമല്ലേ? ഞാനൊന്ന് വിഷ് ചെയ്തു, എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാമെന്ന് വിഷ് ചെയ്തു. അയാൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അയാളോട് സംസാരിക്കണമല്ലോ എന്ന് ഞാൻ വിഷ് ചെയ്തു. ഉടനെ അയാളുടെ കോൾ വരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ആരോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അയാളോടോ? അല്ല. അയാൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ദൂരമുണ്ട്. അവിടെ നിൽക്കുന്നത് ആരാണ്? പ്രകൃതിയാണ്. പ്രകൃതിയോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഷീൽ ഹിയർ ദാറ്റ്, ഷീൽ റെസ്പോണ്ട് ടു ദാറ്റ്. ആ സാധനത്തിന് പിടിച്ചുകൊണ്ട് മുമ്പിൽ കൊണ്ടുതരും. ഇത്രയും സിമ്പിൾ ആയിട്ട് സാധനത്തെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോ ഈ പ്രകൃതിക്ക് എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ ഉണ്ടാവില്ലേ? ഏതുപോലെ എനിക്ക് പുറം ചൊറിയുന്നു എന്ന് എന്റെ കൈയോട് പറയുന്നത് പോലെ, കയ്യപ്പോ ഇതിന്റെ ഈ സാധനത്തോട് ഇവിടെ മടങ്ങൂ, അവിടെ ചുരുങ്ങൂ എന്ന് പറയുന്നു. എന്നിട്ട് ഈ കൈത്തണ്ട് ഈ വിരലിനോട് പറഞ്ഞു ഇങ്ങനെ അനങ്ങൂ എന്ന്. അപ്പോഴേക്കും ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇവിടെ എത്തിയിട്ട് ഇതിങ്ങനെ അനങ്ങുന്ന സമയത്ത് ചൊറിച്ചിൽ നടക്കും, ചൊറിച്ചിൽ മാന്തൽ എന്നുള്ള പരിപാടി നടക്കും. അപ്പോ അപ്പർ സിസ്റ്റം ലോവർ സിസ്റ്റത്തോട്, വലിയ സിസ്റ്റം ചെറിയ സിസ്റ്റത്തോട് പറയുന്നതാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് എന്താണ്? അനുഭവം എന്നുള്ള രൂപത്തിൽ, അല്ലേ? നമ്മുടെ മുന്നിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നു, കുട്ടി മറിഞ്ഞു വീഴാണ്, ഉടനെ നമ്മുടെ കൈ അങ്ങോട്ട് പോകുന്നു. നമ്മുടെ ധർമ്മമാണത് കൈ കൊണ്ട് താങ്ങുക എന്നുള്ളത്. നമ്മുടെ ആ ധർമ്മം ചെയ്യിക്കാനാണ് ആ അനുഭവം അവിടെ വരുന്നത്. കുട്ടി വീഴുന്നത് കൊണ്ട് നമ്മൾ കൈവയ്ക്കുന്നു എന്നും നമുക്ക് പറയാം. തിരിച്ച് നമ്മൾ കൈവയ്ക്കാൻ വേണ്ടി കുട്ടി അവിടെ മറിഞ്ഞു വീണു എന്നും പറയാം. തിരിച്ചു മനസ്സിലാക്കേണ്ടി വരും, കാലത്തെ തിരിച്ചിട്ട് മനസ്സിലാക്കേണ്ടി വരും. ആയിക്കോട്ടെ. അപ്പോ കുട്ടി മറിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് പോകുന്നതിനെ ധർമ്മം എന്ന് പറയും. ആ സമയത്ത് കുട്ടി മറിഞ്ഞു വീഴുന്ന സമയത്ത് എന്റെ ശരീരം അതിനനുസരിച്ച് അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് താങ്ങാൻ പോവുക. ആ കുഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരവസ്ഥ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ അങ്ങോട്ടേക്ക് പോകും. ആ ഒരു സാഹചര്യത്തിൽ പ്രകൃതി ഒരു അനുഭവം മുമ്പിൽ കൊണ്ടുതരുമ്പോ ആ അനുഭവത്തിനനുസരിച്ച് നമ്മുടെ ശരീരകോശങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക കാലാവസ്ഥ അങ്ങ് സൃഷ്ടിക്കും, ക്ലൈമറ്റ് ഉണ്ടാക്കും. കണ്ടിട്ടില്ലേ? നമുക്ക് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അറിയാലോ, മഴ, മേഘം മൂടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ വെയില് വന്നു, അതൊരു ക്ലൈമറ്റ്. ഓരോ തരം ക്ലൈമറ്റുകൾ. വീട്ടിനകത്ത് പാമ്പ് വന്ന് കയറി, നമ്മളങ്ങനെ ഞെട്ടി, മൊത്തത്തിൽ ഞെട്ടിത്തെറിച്ചുപോയി, വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അതൊരു ക്ലൈമറ്റാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്ലൈമറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയാ, ഒരു നടനെ കണ്ടു, അതൊരു പ്രത്യേക വിസ്മയമാണ്. നമുക്ക് ഇഷ്ടമുള്ള പലഹാരം കണ്ടു, നമ്മുടെ കാമുകനെ കണ്ടു, അല്ലെങ്കിൽ കാമുകിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു കൊച്ചു പട്ടിക്കുട്ടിയെ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ അനക്കുണ്ടാവും. ആ വെളിയിൽ നിന്നും കാണുന്ന ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളോട് ശരീരം പ്രതികരിക്കാൻ പാകത്തിൽ ശരീരത്തിൽ ഒരു കാലാവസ്ഥ ഉണ്ടാവും. ഈ കാലാവസ്ഥ എന്നുള്ളത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഞാൻ എന്താ പറയാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായോ? ഈ കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്, ഇമോഷൻ. Is that clear? Right. നമ്മള് ഇരുട്ടത്ത് നിലാവുണ്ട്. നിലാവെന്ന് വെച്ചറിയില്ലേ?
നിലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രമ്യ ആണ് ഇവിടെ, രമ്യക്കാണെന്ന് പറഞ്ഞ മനസ്സിലാക്കുന്നത് പോലും മനസ്സിലാവും. ആ അപ്പോ നിലാവത്ത് നമ്മളിങ്ങനെ നടക്കുക. മുമ്പേ നമ്മളൊരു സാധനത്തെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞൂല്ലേ, പാമ്പിനെ എല്ലാവർക്കും പേടിയല്ലേ? പാമ്പിനെ കണ്ട പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശരി, നിലാവത്ത് നമ്മളിങ്ങനെ നാട്ടുവഴി കൂടെ നടക്കുകയാണ്. അവിടെ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം പേടിക്കുമോ ഇല്ലയോ? പേടിക്കില്ലേ? പേടിക്കും. അപ്പോഴാണ് കൂടെയുള്ള ആള് പറഞ്ഞത്, ഈ ടോർച്ചെടുത്ത് നോക്കത് കയറാണ്. ടോർച്ചെടുത്ത് നോക്കുമ്പോൾ അത് കയറാണ്. പക്ഷെ നമ്മൾ പാമ്പാണെന്ന് കരുതി പേടിച്ചു. അപ്പോ പാമ്പാണ് എന്ന സങ്കല്പം, ഇമാജിനേഷൻ ഈസ് ഇനഫ് നമുക്കൊരു ഇമോഷൻ ഉണ്ടാവാൻ. എന്നുവെച്ചാൽ എക്സ്റ്റേണലി ഉള്ള ഒരു വേൾഡിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിക്കൊള്ളണം എന്നില്ല. ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്തും ദ സെയിം എൻവയോൺമെന്റ് ക്യാൻ ബി മെയ്ഡ്, ദ സെയിം ക്ലൈമറ്റ് ക്യാൻ ബി ഇവോൾവ്. അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷൻ ഉണ്ടാകാൻ യഥാർത്ഥത്തിലുള്ള സാധനം, യഥാർത്ഥത്തിലുള്ള അനുഭവം മുമ്പിൽ വരണമെന്നില്ല. അങ്ങനെയാണെന്ന് തോന്നലുണ്ടായാൽ മതി, ഒരു ഇമാജിനേഷൻ ഉണ്ടായാൽ മതി, നമ്മുടെ ഇമോഷൻ അവിടെ സംഭവിക്കും. നമ്മൾ സാധാരണ നമ്മുടെ അനുഭവങ്ങളെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേടുക, അല്ലെ? ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സെൻസറി ഓർഗൻസ്, കണ്ണ്, മൂക്ക് ഒക്കെ കൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്നും അത് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. അതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? പൂച്ച, പട്ടി, ഇങ്ങനെയൊക്കെ അവയ്ക്കെല്ലാം അങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടാവുക. മനുഷ്യന്റെ കാര്യത്തിൽ അവൻ ഒരിക്കൽ കണ്ടുവച്ചത്, വല്ലവന്റെ പറമ്പിൽ ഒരു മാങ്ങ തൂങ്ങുന്നു, അത് കണ്ടാൽ മതി. കണ്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവൻ വീട്ടിലെത്തിയാലും ആ മാങ്ങ അവിടെ തൂങ്ങുന്നത് ഇവന്റെ മനസ്സിൽ തൂങ്ങിക്കുന്നു. പിന്നെ ആ മാങ്ങ പറിക്കുന്നവരെ ഇവന്റെ സമാധാനം പോകും. പട്ടിക്ക പൂച്ചയാണെങ്കിൽ അത് കാണുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ പ്രശ്നം. മനുഷ്യനെ സംബന്ധിച്ചോളം അതല്ല. അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവന്റെ ഓർമ്മയിൽ ഇങ്ങനെ കിടക്കും. ഒരു കൊനിഷ്ടായിട്ട് ഇത് അവിടെ കിടന്നിട്ട് അത് കിട്ടുന്നത് വരെയും അതിനുവേണ്ടി ആശിച്ചുകൊണ്ടിരിക്കും. അപ്പോ യഥാർത്ഥത്തിലുള്ള സംഭവം തന്നെ വേണമെന്നില്ല, അവയെക്കുറിച്ചുള്ള ഭാവന പോലും നമ്മുടെ ഇമോഷൻസിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നമ്മിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്താണ് ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇതേ ഇമോഷൻ തന്നെ മറ്റൊരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് തോന്നില്ലേ? റിയാക്ട് ചെയ്യാൻ തോന്നില്ലേ? ആ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ആണ്. അത് വോളണ്ടറി ബിഹേവിയർ ആയിക്കോട്ടെ, ഇൻവോളണ്ടറി ബിഹേവിയർ ആയിക്കോട്ടെ, ആ ബിഹേവിയർ എന്ന് പറയുന്നത് ഇമോഷന്റെ ഒരു സ്റ്റേജാണ്. നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും, ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത്, അത് ഇമോഷന്റെ തന്നെ വേറൊരു സ്റ്റേജാണ്. എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, ഞാൻ ഒരാളെ കാണുന്നു, കണ്ട ഉടനെ എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ അയാളുടെ തന്തയ്ക്ക് വിളിക്കുന്നു, അയാൾ എന്റെ കർണക്കുറ്റിക്കിട്ട് അടി തരുന്നു. ആ എക്സ്പീരിയൻസ് ഇമോഷന്റെ ഒരു സ്റ്റേജാണ്. ഞാൻ അങ്ങനെ കണ്ടു, ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. എന്റെ വയറൊക്കെ കൂടെ ഭയങ്കരമായിട്ട് കാളിപ്പോയി. എന്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കൂടെ അവിടെ കൊളാപ്സ് ആയി. അവിടെ കുറെ ആസിഡിക് ഫോർമേഷൻ ഉണ്ടായി. ഗ്യാസ്ട്രിക് ജ്യൂസസ് ഒക്കെ പെട്ടെന്ന് വെളിയിലേക്ക് ചാടി. അത് ഇമോഷന്റെ ഒരു സ്റ്റേജാണ്. അപ്പോ ഇമോഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത് വിളിക്കുന്ന ഒരു സംഭവത്തെ നമ്മുടെ കോൺഷ്യസ് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരിടത്ത് മാത്രമാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. ബാക്കിയിടത്ത് ഇമോഷൻ എന്നല്ല നമ്മൾ പറയുന്നത്. അവിടെ എല്ലാം ഈ സംഭവം ഇമോഷന്റെ വിവിധ സ്റ്റേജസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഇന്റേണലി ഇൻവാർഡ് ഇംപ്ലോഡ് ചെയ്യുന്ന ഇമോഷനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ, അല്ല, എക്സ്പ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റിങ്ക്റ്റിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുക. ഇംപ്ലോഡ് ചെയ്യുന്നതിനെ നമ്മൾ അങ്ങനെ വിളിക്കാറില്ല. ഇംപ്ലോഡിങ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെയും കൂടെ ഇമോഷൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ മുകളിലും താഴെയുമുള്ള നമ്മുടെ എല്ലാ ഈ കൂടുകൾക്കകത്ത് എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോ കൂടിലും ഈ സംഭവങ്ങളുണ്ട്, ഇമോഷന്റെ ആ പ്രത്യേകതകളുണ്ട്. ഒരു കാര്യം കാണുമ്പോ ആ കാര്യം, ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇമോഷൻ എന്ന് പറയുന്നത് പ്രകൃതി ഒരുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണെന്ന്. അപ്പോൾ നമ്മുടെ EFT ട്രെയിനർ ഇവിടെ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ, നിങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പറയാണ്. EFT ട്രെയിനർ ഉണ്ട്, അവര് പഠിച്ചത് വെച്ചിട്ട് ഇങ്ങനെയല്ല ഇമോഷൻ. സോ അതുകൊണ്ട് അതല്ല,
എന്ന് ഞാനീ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അദ്ദേഹം തയ്യാറല്ലാന്നിരിക്കട്ടെ. തയ്യാറല്ലെങ്കിൽ ഉടനെ അദ്ദേഹം എങ്ങനെയാണ് നിരൂപിക്കുക? പറയുന്നത് മുഴുവൻ വെടുത്താണ്, അത് കാര്യമില്ല. ഉടനെ അതെന്താണ് സംഭവം? ലോജിക്കലി ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുകയാണ്, ഈ സാധനത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ലോജിക്കൽ എൻവയോൺമെന്റ് ഉണ്ടാക്കുകയാണ്. ഇത് എവിടെയാ ഉണ്ടാവുക? ഇത് നമ്മൾ ഇമോഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിന്റെയും ഇന്നേറ്റ് കോൺഷ്യസ്നെസിന്റെയും ലെവലിലാണോ ഉണ്ടാവുക? അല്ല, ഇത് കോൺഷ്യസ് മൈൻഡിലാണ് ഉണ്ടാവുക. അവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ലോജിക് എന്നാണ്, റീസണിങ് എന്നാണ്. ഞാൻ ഈ സാധനത്തെ നമ്മുടെ EFT ട്രെയിനറെ വിടുക, ഇനി നമ്മൾ വേറൊരു ആളെ എടുക്കാം. ദർശൻ എന്ന് പറയുന്ന ആള്, ദർശന്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദർശന് ഈ സംഭവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നേച്ചർ ഫ്രണ്ട്ലി അല്ലാന്നിരിക്കട്ടെ. അയാള് നേച്ചർ ഫ്രണ്ട്ലി അല്ല, അയാൾ ഭയങ്കര ബിസിനസ്മാൻ ആണ്, അല്ലെങ്കിൽ അയാൾ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ദർശന് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും ടു ഇന്ററാക്ട്. ഇത് എവിടെയാണ് ഉണ്ടാവുക? ദർശന്റെ ആ ഇന്ററാക്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അയാളുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവണമല്ല, അയാളുടെ ബിഹേവിയർ പാറ്റേണിൽ ഉണ്ടാവണം, എക്സ്പ്രഷനിൽ ഉണ്ടാവുന്നതാണ്. അതിനെയാണ് ആക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് കോൺഷ്യസ്നെസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് ദർശനം കിട്ടുക. അതിനെയാണ് റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, ഈ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്നും എന്റെ ബിലീഫ് സിസ്റ്റം ഇതിനെ പെർമിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്ന രീതിയിൽ സംസാരിക്കാൻ എന്റെ ഒരു ബിലീഫ് സിസ്റ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇമോഷൻ എന്നുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ആ ഇമോഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ്നെസ്സും കോൺഷ്യസ്നെസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയിലാണ്. ഇനി സബ് കോൺഷ്യസ്നെസ് എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഓർഗൻസിന്റെ ലെവലിൽ. സബ് കോൺഷ്യസ്നെസിന്റെ അടിയിൽ എന്താണുള്ളത്? അവിടെ ഇന്നേറ്റ് കോൺഷ്യസ്നെസ് ആണ്. ഇന്നേറ്റ് കോൺഷ്യസ്നെസ് തന്നെ രണ്ട് വിധമുണ്ട്. അത് കോഗ്നിറ്റീവ് ലെവൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. അതിന്റെ അടിയിലുള്ളതാണ് ബിഹേവിയേഴ്സ്. അതിന്റെ അടിയിലുള്ളതാണ് നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സംഭവം, ആക്ച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോ ആക്ച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങളുടെ ബിഹേവിയേഴ്സ് ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങളുടെ ഇമാജിനേഷൻസ് ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒരിടത്ത് നിൽക്കുന്നു. ഇത്രയേറെ ലെവലുകൾ ഉള്ളപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു ലെവലിലുള്ള ഇമോഷനെ കൈകാര്യം ചെയ്ത് മാറ്റിയിട്ട് മാറ്റമുണ്ടാവില്ല. നിങ്ങൾ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്, ഒരു വലിയ വലയുണ്ടെന്നിരിക്കട്ടെ. ആ വലയുടെ ഒരിടത്ത് ഒരു കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ വല അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലയാണെന്നെങ്കിൽ ഇതിൽ ഒരു ഭാഗം കേടാണെങ്കിൽ ആ ഭാഗപാത്രം റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം തമ്മിലുള്ള കൂട്ടിപ്പിടുത്തത്തെ റിപ്പയർ ചെയ്യേണ്ടി വരും. നമ്മൾ നമ്മളെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇമോഷണൽ ഇഷ്യൂ മാറ്റാനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റിയിട്ട് കാര്യമില്ല. നമ്മുടെ ശീലങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, ഈ ഹാബിറ്റ്സിനെ മാറ്റണം. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇമോഷന്റെ ഉറവിടം നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ നമുക്ക് മാറ്റം ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വരും, നമ്മുടെ എക്സ്പ്രഷനിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വരും, ഒരു നിര കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇത്രയേറെ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസാണ് ക്യൂ ലൈഫ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ക്യൂ ലൈഫ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം പറയാം. എങ്ങനെയാണ് ക്യൂ ലൈഫ് നിങ്ങളെ മാറ്റുന്നത്, അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ചത് ഇതിന്റെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചേ ഉള്ളൂ. ഇതൊന്നും അല്ല ഇതിന്റെ തിയറി, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. തിയറി പാർട്ട് അപ്പുറത്ത് വളരെ ഡീറ്റെയിൽഡ് പഠിക്കാൻ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വേണ്ടവർക്ക് അത് പേ ചെയ്യാം, വാങ്ങിക്കാം. പേ ചെയ്യാതെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോ നിങ്ങൾക്കുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതല്ലാന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, അതെല്ലാം കാണാം. 1400ഓളം വീഡിയോസ് നമ്മുടെ ടോട്ടലി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഇക്കോ സൈക്കോളജി എന്നാണ് ഇതിന്റെ പേര് പറയുക കേട്ടോ, പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയും. ഓക്കെ.